പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ റോമാ സന്ദർശനം പരിശുദ്ധ പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയോടുകൂടി വളരെയധികം ജനശ്രദ്ധ നേടിയിരിക്കുകയാണല്ലോ. മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുന്ന ഈ യാത്ര പതിവ് രീതിയിൽ നിന്ന് വിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവസാനമില്ലാതെ നീളുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിനായി എല്ലാ വൈദികരും വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പിതാവ് 2 കത്തുകളും ഒരു വീഡിയോ സന്ദേശവും ഈ അതിരൂപതയ്ക്ക് മാത്രമായി നൽകിയെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന വിമത വൈദികർ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സഭാവിശ്വാസികൾ എല്ലാവരും തന്നെ ഈ ദിവസങ്ങളിൽ ഉദ്യോഗപൂർവം കാത്തിരിക്കുകയായിരുന്നു. സീറോ മലബാർ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളിൽ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള സഭയുടെ ഉന്നതമായ പാരമ്പര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും അവ അഭംഗുരം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാർപ്പാപ്പ ഉചിതമായി തന്നെ പ്രസ്താവിക്കുകയുണ്ടായി. പാശ്ചാത്യ സഭ അധികാരികളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സഭയ്ക്കുണ്ടായ പീഡനങ്ങളെപ്പറ്റി പരാമർശിക്കുകയും അവയെല്ലാം തരണം ചെയ്ത് അവയെല്ലാം മറന്നുകൊണ്ടും പരിശുദ്ധ സിംഹാസനവുമായി വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സഭയെ മാർപ്പാപ്പ മുക്തകണ്ഠം ശ്ലാഘിക്കുകയും ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരാമർശിക്കവേ അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർക്ക് ആ കടമ നിറവേറ്റുന്നതിന് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. എവിടെ അനുസരണയുണ്ടോ അവിടെ സഭയുണ്ട് എന്ന് പറയുക വഴി സഭയെ അനുസരിക്കാത്ത വിമത പുരോഹിതന്മാർക്ക് സഭയിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്ന് മാർപ്പാപ്പ അടിവരയിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. വിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്ന് പോകുന്നതല്ല എന്നും സഭയിൽ ഐക്യം നിലനിർത്തുവാൻ ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയുണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യം ചോർന്നു പോകരുതെന്നും നിസ്സഹായരാകരുതെന്നും പ്രത്യാശയോടെ മുന്നേറണമെന്നും ധീരമായ തീരുമാനങ്ങൾ എടുത്ത് അവ നടപ്പിലാക്കണമെന്നും മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനെ ഓർമ്മിപ്പിച്ചത് സീറോ മലബാർ സഭാ വിശ്വാസികൾ അതീവ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. കുത്തഴിഞ്ഞ രീതിയിൽ വിമത വൈദികർക്ക് തോന്നുന്നത് പോലെ ഈ അതിരൂപതയെ വിട്ടുകൊടുക്കരുതെന്ന് മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കൊപ്പം മാർപ്പാപ്പയെ സന്ദർശിച്ച വേളയിൽ മേജർ ആർച്ച് ബിഷപ്പിനോട് നടത്തിയ ചർച്ചകളുടെ തുടർ വിചാരങ്ങൾ പൗരസ്ത്യ തിരുസംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ ഉണ്ടാവുമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുസരണവും അച്ചടക്കവും വിധേയത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നൽകപ്പെടുമെന്നും സഭാമക്കൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയ വിമത പുരോഹിതന്മാർക്കെതിരെ റോം നിർദ്ദേശിച്ച അച്ചടക്ക നടപടികൾ സ്വീകരിക്കാത്തതിന് ശക്തമായ താക്കീതാണ് പരിശുദ്ധ സിംഹാസനം മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയിരിക്കുന്നത് എന്ന് വിശ്വസനീയ കേന്ദ്രങ്ങൾ വത്തിക്കാനിൽ നിന്ന് അറിയിക്കുകയുണ്ടായി. ഇനിയും നടപടികൾ എടുക്കാതിരിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് സഭയിൽ അരാജകത്വം തുടരാൻ അനുവദിച്ചാൽ മേജർ ആർച്ച് ബിഷപ്പിനെ തൽസ്ഥാനത്ത് തുടരുവാൻ ആവില്ല എന്ന് ശക്തമായ വാക്കുകൾ തന്നെ പരിശുദ്ധ സിംഹാസനം നേരിട്ട് നൽകിയതായും അറിയുന്നു. വിമത പുരോഹിതന്മാർക്കെതിരെ നിർദ്ദേശിച്ച നടപടികൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള വിശദീകരണം ബന്ധപ്പെട്ട അധികാരികളോട് നൽകുവാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. കടുത്ത ഭാഷയിൽ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് മെയ് 6-ാം തീയതി റിട്ടയർഡ് ചെയ്ത ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ 4 അൽമായ പ്രതിനിധികൾ മാർപ്പാപ്പയെ കണ്ടുണർത്തിച്ച കാര്യങ്ങൾ വത്തിക്കാൻ കാര്യാലയം പുറത്തുവിട്ട വത്തിക്കാനിലെ മെയ് 6-ാം തീയതിയിലെ പ്രവർത്തന പരിപാടികളിൽ ഈ പ്രതിനിധി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ച രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അന്നേ ദിവസം
അവർ മാർപ്പാപ്പയെ കണ്ടതായി ചിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിന് ബാക്കി പത്രമായി വിമത വൈദികരുടെ കുഴലൂത്തുകാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ജനാഭിമുഖ കുർബാന കേവലം അനുസരണത്തിൻ്റെതായൊരു പ്രശ്നമല്ല എന്നും അത് ജനങ്ങളുടെ വലിയ തീവ്രമായ അഭിലാഷമാണെന്നും അത് തുടർന്ന് നടപ്പിലാക്കി കിട്ടേണ്ടതിനായി വിമത വൈദികരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നടപ്പിലാക്കിയ പേക്കൂത്തുകളുടെ റിപ്പോർട്ടുകളും ഫോട്ടോകളും ഒക്കെ മാർപ്പാപ്പയെ നേരിട്ട് കാണിക്കുകയും മറ്റും ചെയ്തതായി അവർ അറിയിച്ചിരുന്നു. എന്നാൽ വത്തിക്കാനിലെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച അറിവനുസരിച്ച് അസന്നിഗ്ധമായ ഭാഷയിൽ മാർപ്പാപ്പ ഈ പ്രതിനിധി സംഘത്തോട് നിങ്ങൾ പ്രബുദ്ധരായ അൽമയർ ആണെന്നും കത്തോലിക്ക സഭയ്ക്ക് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച ഒരു നിലപാട് മാത്രമേ ഉള്ളൂ എന്നും അനുസരിക്കുവാൻ എല്ലാ വിശ്വാസികളും ബാധ്യസ്ഥരാണെന്നും ഈ കാര്യം വിമത വൈദികരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോട് പറഞ്ഞു മനസ്സിലാക്കുവാനും മാർപ്പാപ്പ ആവശ്യപ്പെട്ടതായി അറിയുന്നു. സഭയെ അനുസരിക്കുക, ഇതായിരുന്നു മാർപ്പാപ്പായുടെ നിലപാട്. മാർപ്പാപ്പ യാതൊരു കാര്യങ്ങളും അറിയുന്നില്ല. സിനഡിൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും മാർപ്പാപ്പായെ നേരിട്ട് ധരിപ്പിക്കുവാൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വേണമെങ്കിൽ പോകുവാൻ വരെ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന വിരമിച്ച ന്യായാധിപൻ ശ്രീ കുര്യൻ ജോസഫിന് ഏതായാലും തൻ്റെ ആഗ്രഹമനുസരിച്ച് മാർപ്പാപ്പായെ നേരിട്ട് കാണുവാനും എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിക്കൊടുക്കുവാനുമുള്ള അവസരം ലഭിച്ചതിന് വിശ്വാസികൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നും സഭയെ അനുസരിക്കുക എന്നുള്ളതാണ് ഏവർക്കും കരണീയമായിട്ടുള്ള എന്നുമുള്ള സന്ദേശമാണ് അദ്ദേഹം മാർപ്പാപ്പയിൽ നിന്ന് തന്നെ പ്രതീക്ഷയോടെ റോമിലേക്ക് പറഞ്ഞുവിട്ടവർക്ക് കൊടുക്കുവാനായി ലഭിച്ചത്. ജനാഭിമുഖ കുർബാനയ്ക്കായി മരിച്ചു വീഴാൻ തയ്യാറാണെന്ന് പറഞ്ഞ വിമത പുരോഹിതൻ ജനാഭിമുഖ കുർബാന അനുവദിച്ച് കിട്ടിയില്ല എങ്കിൽ ക്ഷൗരം ചെയ്യുകയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച പുരോഹിതൻ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അവസരം കിട്ടിയില്ല എങ്കിൽ ആമേൻ പറഞ്ഞ് പ്രീസ്റ്റ് ഹോമിൽ താമസമാക്കുമെന്നും ഒക്കെ പറഞ്ഞ പുരോഹിതന്മാർ ഇനി എന്തു ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാർപ്പാപ്പായെ അനുസരിക്കുക, സഭയെ അനുസരിക്കുക. നിങ്ങൾ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുക. സമാധാനത്തിൻ്റെ ദിനങ്ങൾ വന്നെത്തുകയാണ്. അനുസരിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം.